എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോദ്രേജ് ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ ബോർഡാണിത്. ഇത് കംപ്രസർ എടുക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ടാണ് ഈ ബോർഡ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ പവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് പവർ മാത്രമേ ഇതിനകത്തോട്ട് വരുന്നുള്ളൂ, ബാക്കി കംപ്രസറിലോട്ട് ഔട്ട്പുട്ട് പോകുന്നതാണ്. ഇത് തെർമോസ്റ്റാറ്റിൽ നിന്ന് കയറി ഇറങ്ങിയിട്ടാണ് ഈ പവർ വരുന്നത് ഇതിലോട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് LED ഇൻഡിക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിതിനകത്ത് പവർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്ത് തന്നെ നോക്കണം. എന്നാലേ നമുക്ക് പവർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് IPM പവർ, ഇതാണ് പവർ സപ്ലൈ സെക്ഷൻ. ഇത് STI സ്വിച്ചിങ് IC ആണ്. ഇത് നമ്മുടെ കോയിൽ, സ്വിച്ചിങ് ICയുടെ കോയിൽ. പിന്നെ ഇത് റെക്ടിഫയർ ബ്രിഡ്ജ് ഇവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്കതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പവർ കൊടുക്കാൻ സീരിയലിൽ പവർ കൊടുക്കാൻ പോവുകയാണ്. പവർ കൊടുത്തിട്ടാണ്, സീരിയൽ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ആദ്യം ഈ ഒരു കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് 100 UF 450 വോൾട്ടാണ്. ഇതിനകത്ത് നമുക്കൊരു 300-320 വോൾട്ടേജ് കിട്ടണം. ഔട്ട്പുട്ട് IPM വർക്ക് ചെയ്യാനുള്ള 15 വോൾട്ട്, പ്രോസസ്സർ വർക്ക് ചെയ്യാനുള്ള 5 വോൾട്ട്, ഇത് രണ്ടും ഈ ഒരു സ്വിച്ചിങ് ICയിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് നോക്കണം. അതിന് നമുക്ക് ചെക്ക് ചെയ്യാൻ ഈ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കാം. ഈ കപ്പാസിറ്ററിൻ്റെ ലെഗിൽ, ഇവിടെ ഈ കപ്പാസിറ്ററിൻ്റെ ലെഗിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആദ്യം കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് സീരിയൽ കൊടുത്തിട്ട് ഇത് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കും. മൾട്ടിമീറ്റർ നമുക്ക് വോൾട്ടേജ് റേഞ്ചിൽ വയ്ക്കാം. ഇത് ഞാനിത് സീരിയൽ കണക്ഷൻ കൊടുത്തു. ബൾബ് കത്തിയിട്ട് അണഞ്ഞു. ബൾബ് കത്തിയിട്ട് അണഞ്ഞതിനർത്ഥം നമ്മുടെ കപ്പാസിറ്റർ ചാർജായി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ടിക്കറ്റാണ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ. ആ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. ആ കപ്പാസിറ്ററിൽ നമുക്ക് 323 വോൾട്ട് വരുന്നുണ്ട്. മെയിൻ ഫിൽറ്ററിൻ്റെ, അതായത് വലിയ കപ്പാസിറ്ററിൻ്റെ ഗ്രൗണ്ട് തന്നെയായിരിക്കും ബാക്കി എല്ലാത്തിനും ഗ്രൗണ്ടായിട്ട് പോകുന്നത്. ഇനി ഇതിൻ്റെ 15 വോൾട്ടേജിൽ നോക്കുമ്പോൾ അവിടെ എത്ര വരുന്നത് 1.3 സംതിങ് ആണ്, 1.4 സംതിങ് ആണ് വരുന്നത്. ഓക്കെ, അത് തന്നെയാണ് പ്രധാന ഫോൾട്ട്. സപ്ലൈ ഇല്ല. അടുത്ത വോൾട്ടേജ് അതും 1.6 അടുപ്പിച്ച് വരുന്നുണ്ട്. ഇവിടെ 1.7. അപ്പോൾ നമ്മൾ നോക്കേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് പവർ സപ്ലൈ സെക്ഷനാണ്. ഈ ഒരു സ്വിച്ചിങ് സെക്ഷനാണ് നോക്കേണ്ടത്. മെയിൻ സപ്ലൈ വരുന്നുണ്ട്. ഈ ഒരു സെക്ഷനിലുള്ള വോൾട്ടേജ് എടുത്തുവിടുന്നില്ല. ഈ ഒരു IC സസ്പെക്റ്റഡ് ആണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഔട്ടിൽ എന്തെങ്കിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോന്ന് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള ഫോൾട്ട് നമുക്ക് കണ്ടെത്താനാവുള്ളൂ. അതിന് മുന്നേ അപ്പോൾ ഇപ്പോൾ കപ്പാസിറ്റർ ചാർജായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അത് ചാർജ് ഫുള്ള് ഡിസ്ചാർജ് ആവണം. ഇതിപ്പോൾ 10 വോൾട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ ഫുള്ള് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു IC, അതായത് സ്വിച്ചിങ് ICൻ്റെ സൈഡ് എന്തെങ്കിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ, പ്രോസസ്സറിൻ്റെ സൈഡ് ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ഈ ഔട്ട്പുട്ടിലുള്ള ഡയോഡ്, പിന്നെ കപ്പാസിറ്ററിൻ്റെ ലെഗ്, ഇതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എവിടെയെങ്കിലും. അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ ഓംസ് മോഡിലിട്ടിട്ട് ബീപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷോർട്ട് ചെയ്താൽ ബീപ്പ് അടിക്കും. അപ്പോൾ ഇതിൽ ഈ പ്രൈമറി സെക്ഷനിൽ നമുക്ക് ഫോൾട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടിട്ടാണ് 300 വോൾട്ട് വന്നത്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ ഡയോഡ് കാര്യങ്ങളാണ്. ഇത്
ഇവിടെ ഷോർട്ടുണ്ട്, അതായത് ഈ ഡയോഡ് ഷോർട്ടിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ കപ്പാസിറ്ററിൻ്റെ ഈ സ്ലെഗ് ഇതും ഷോർട്ടഡ് ആയിട്ടാണ് കാണിക്കുന്നത്. പൊളാരിറ്റി തിരിച്ച് നോക്കിക്കഴിഞ്ഞാലും 0.4 ഓംസ് ആണ് കാണിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു കപ്പാസിറ്റർ, ഇത് ഓക്കെയാണ്. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിലൊന്നും കാണിക്കുന്നില്ല. അടുത്ത ഇവിടുത്തെ ഈ ഒരു കപ്പാസിറ്റർ, ബാക്കി കപ്പാസിറ്ററിലൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ഷോർട്ട് കാണിക്കുന്നത് ഈ ഒരു കപ്പാസിറ്ററിലും ഈ ഒരു ഡയോഡിലുമാണ്. ഇവിടെ സെന്നർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ 15 വോൾട്ട് വരാനുള്ള ഒരു ഡയോഡും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലിപ്പോൾ ഏതാണ് പോയിട്ടുള്ളതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഷോർട്ട് കില്ലിംഗ് മെത്തേഡ് ഇതിലുപയോഗിക്കാം. ഓക്കെ, ഞാൻ ബാറ്ററി പാക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററി പാക്ക്. ഈ ബാറ്ററി പാക്കിനകത്ത് 4 3.7 സെല്ലാണുള്ളത്. അത് പാരലായിട്ടാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. പാരലായിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വോൾട്ടേജ് കോമൺ ആക്കാം, 3.7 തന്നെ ആക്കാം. പക്ഷേ ആംബിയർ ഡബിൾ ചെയ്യാം. ഇതിൻ്റെ ആംബിയർ ഇപ്പോൾ ഡബിളാണ്. ഇത് നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ കപ്പാസിറ്ററിൻ്റെ ലെഗിൽ ഷോർട്ട് ചെയ്യണം. ഇവിടെ നിന്ന് എന്തോ കത്തിപ്പുക വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 2 വയർ, ഒരു വയർ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് ഇതിൻ്റെ ഗ്രൗണ്ടിൽ ഒരു വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ബാറ്ററി പാക്കിൻ്റെ നെഗറ്റീവ് സൈഡ് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ഒരു വയർ എടുത്ത് ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡിൽ ഇനി ഇവിടെ എന്താണ് കത്തിപ്പോയെന്ന് നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ആ കത്തുന്നുണ്ടോ? അതൊരു സെന്നർ ഡയോഡാണ് അവിടെ കത്തുന്നത്. അപ്പോൾ കംപ്ലൈൻറ്റ് ഇവിടെ വന്നിരിക്കുന്ന ഈ D5 എന്നുള്ള സെന്നർ ഡയോഡാണ് കംപ്ലൈൻറ്റ്. ഈ ഒരു സെന്നർ ഡയോഡ് നമുക്ക് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. അഴിച്ചെടുത്തിട്ട് വന്ന് ആ ഷോർട്ടിങ് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം.
അപ്പോൾ D5 എന്നുള്ള സെനർ ഡയോഡ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഷോർട്ടിങ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബീപ്പ് മോഡിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ബീപ്പില്ല. ബീപ്പില്ല. ഓക്കെ, ഇനി നമുക്ക് ആ സെനർ ഡയോഡ് വാല്യൂ ചെക്ക് ചെയ്ത് അത് സർക്യൂട്ടിൽ എവിടെ വരുന്നതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആ സെനർ ഡയോഡ് എന്ന് പറയുന്നത് ഇത് 15 വോൾട്ടിൻ്റെ ക്രോസ് ആയിട്ടുള്ള സെനർ ഡയോഡായിരുന്നു. അതായത് അത് ഒരു 15 വോൾട്ട് ഡയോഡാണ്. 15 വോൾട്ട് സെനർ ഡയോഡാണത്. നമുക്കിതെന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സപ്ലൈ ഒക്കെ തിരിച്ച് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, കറക്റ്റ് 15 വോൾട്ട് വന്നിട്ടുണ്ട്. 15 വോൾട്ട് പ്രസൻ്റ് ആണ്. 15.8 ഉണ്ട്. അതിനെ കോൺസ്റ്റൻ്റ് ആ 15.8 വരുന്നതിന് 15 അല്ലെങ്കിൽ 14.8 ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സെനർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ആ സെനർ കംപ്ലൈൻറ്റ് എന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. സെയിം നമുക്കൊരു സെനർ 15 വോൾട്ടിൻ്റെ സെനർ ഇടണം ഇതിനകത്ത്. അപ്പോൾ നമുക്കൊന്ന് കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റർ ഉപയോഗിക്കാം. ഇത് UVW ടെസ്റ്ററാണ്. LED വൈസിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ 3 ലെഗും UVW കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പവർ കൊടുത്ത് നോക്കാം ഇത് ഓൺ ആവുന്നുണ്ടോ ഇല്ലയെന്ന്. കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഓടിയിട്ട് അണഞ്ഞു. അത് ജസ്റ്റ് കറങ്ങിയിട്ടൊന്ന് ഓഫായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് എടുക്കാത്തതുകൊണ്ടാണ്. ലോഡ് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അത് റണ്ണിങ് ആയിക്കോളും. അത്രേ കാണുള്ളൂ. നമ്മൾ ടെസ്റ്ററിൽ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിരിക്കും കറങ്ങുന്നത്. ചില ബോർഡുകളിൽ കറക്റ്റ് റണ്ണിങ് ആയിക്കൊണ്ടേയിരിക്കും. അത് അങ്ങനെ റണ്ണിങ് ആവണമെന്നുണ്ടെങ്കിൽ അത് ആ ബോർഡ് കംപ്ലൈൻ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഷണ്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടാത്തതുകൊണ്ടാണ് വീണത്. കംപ്രസറിൻ്റെ കറക്റ്റ് ലോഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ബ്ലിങ്ക് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കറങ്ങിയിട്ടങ്ങ് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു 15 വോൾട്ട് സെനർ ഡയോഡ് പെൻഡലില്ല. നമുക്ക് 15 വോൾട്ട് സെനർ ഡയോഡ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോർഡ് പക്ക റെഡിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സൈനിങ് ഓഫ്, മണിലാൽ MRS.